ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഈ വർഷത്തെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രോസ്പെക്ട്സ് എല്ലാ കാര്യങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപേക്ഷ നൽകണം, അപേക്ഷ സംബന്ധമായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെ, അപേക്ഷാ രീതി, വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷ നൽകാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാം. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ വർഷം SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. അപ്പോൾ ആമുഖമായിട്ട് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ മാർക്കോടുകൂടെയും അതേപോലെ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം കരിയർ അഭിനന്ദനങ്ങൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് +1 അഡ്മിഷൻ എന്നുള്ള കാര്യം. പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിലും അതേപോലെ രക്ഷിതാക്കൾക്കിടയിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും വിദ്യാർത്ഥിക്ക് ആഗ്രഹിച്ച കോഴ്സിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം വരാറുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരു കാരണവശാലും വിദ്യാർത്ഥികൾക്കിടയിലോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കിടയിലോ ഉണ്ടാവാൻ പാടില്ല എന്ന് ആമുഖമായിട്ട് ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോ കാര്യവും ഘട്ടം ഘട്ടമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നൽകുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രോസ്പെക്ട്സ് കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ അത് തെറ്റുകൂടാതെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് HS CAP എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. HS CAP ഇതേപോലെ ജസ്റ്റ് HS CAP എന്ന് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഫസ്റ്റ് കാണുന്ന ലിങ്ക് HS CAP ഗേറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ +1 അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള അപേക്ഷാ പേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിലവിൽ നമുക്കിവിടെ പ്രോസ്പെക്ട്സ് ഓൾറെഡി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട്സ് തന്നെ A to Z കാര്യങ്ങൾ നിങ്ങൾ വേറെ എവിടെയും നിങ്ങൾ പോയിട്ട് കാര്യങ്ങൾ നിങ്ങൾ തിരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു പ്രോസ്പെക്ട്സ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യവും നിങ്ങൾക്ക്, അതായത് കുട്ടികളുടെ ഗ്രേഡ് ഉൾപ്പെടെയുള്ള, അതായത് ബോണസ് വെയിറ്റേജ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ട് എങ്ങനെ ആ പോയിൻ്റ്, അത് ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് എങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഘട്ടം നോക്കാം. ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൽ ജസ്റ്റ് മെയ് 14-ാം തീയതി 2 ദിവസത്തിന് ഉള്ളിൽ നിങ്ങൾക്കിവിടെ അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് വരും. അപ്പോൾ ആ ഒരു അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വ്യൂ പ്രോസ്പെക്ട്സ് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്കിവിടെ പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത് പ്രോസ്പെക്ട്സ്, ഈ ഒരു പ്രോസ്പെക്ട്സ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രോസ്പെക്ട്സ് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ, അതായത് യോഗ്യത നമ്മൾ പറഞ്ഞു, SSLC യോഗ്യത, ഇനി അതേപോലെ തന്നെ അപേക്ഷിക്കേണ്ട വിധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഹോം പേജിൽ നിങ്ങൾക്കൂടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ലിങ്ക് വരും. അത് 2 ദിവസത്തിനുള്ളിൽ, അത് മെയ് 14-ാം തീയതി അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ ആ ലിങ്ക് ആക്റ്റീവ് ആവും. അങ്ങനെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലൈവായിട്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് ലൈവായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള വീഡിയോ കൂടി നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് നിങ്ങളൊരു ഫോളോ അപ്പ് നടത്തുക. കാരണം അപേക്ഷ സംബന്ധമായിട്ട് മുഴുവൻ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ നിങ്ങൾ ഈ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യമായ രേഖകളിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക. അതായത് SSLC പരീക്ഷ നിലവിൽ കേരളത്തിന് പുറമെയുള്ള ഏതെങ്കിലും ബോർഡിൻ്റെ കീഴിൽ പഠിച്ചവരാണെങ്കിൽ, ഉദാഹരണത്തിന് ആസാം അല്ലെങ്കിൽ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ അങ്ങനെ കർണാടക അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്ന് അവരുടെ കീഴിലെ ബോർഡിൽ നിന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും, അതായത് അവരുടെ മാർക്ക് ലിസ്റ്റ്, അതേപോലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് നിർബന്ധമായിട്ടും അതേഴ്സ്, അതായത് കേരളത്തിന് പുറമെയുള്ള സ്റ്റേറ്റിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ അവിടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി കൂടാതെ വിഭിന്ന ശേഷി വിഭാഗത്തിൽപ്പെട്ട, അതായത് പ്രത്യേക പരിഗണനയ്ക്ക് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവരും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇത്തരത്തിൽ അതേഴ്സ് വിഭാഗത്തിൽപ്പെട്ട, അതായത് ഏതെങ്കിലും ബോർഡിൻ്റെ കീഴിൽ, കേരളത്തിലല്ലാത്ത ഏതെങ്കിലും ബോർഡിൻ്റെ കീഴിൽ പഠിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നാൽ കേരളത്തിൽ SSLC CBSE ഉൾപ്പെടെയുള്ള കേരളത്തിൽ പഠിച്ച ഏത് ബോർഡിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് ഇത്തരത്തിൽ ഒരു ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അപേക്ഷ ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം ആമുഖമായിട്ട് ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ പ്രധാനമായിട്ടും നിലവിൽ ഒരു സ്കൂളിൽ മെറിറ്റ് സീറ്റ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സീറ്റ്, അതേപോലെ അൺഎയ്ഡ് കോട്ട, ഇന്നിങ്ങനെയാണ് പ്രധാനമായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ നോർമലി എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്നത് ജനറൽ വിഭാഗത്തിലുള്ള അഡ്മിഷനാണ്. അപ്പോൾ ജനറൽ വിഭാഗത്തിൽ അഡ്മിഷൻ കൊടുക്കാനാണ് എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്നത്. എന്നാൽ അത് കൂടാതെ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ കമ്മ്യൂണിറ്റി കോട്ട ആപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ അൺഎയ്ഡ് കോട്ട ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് മാനേജ്മെൻറ്റ് സീറ്റുമായി
ബന്ധപ്പെട്ട് മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം അതത് നിങ്ങൾ ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൽ നിന്നും ഡയറക്റ്റ് മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. അതേപോലെ കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ സ്വാഭാവികമായി ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും സെറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. അതുകൊണ്ട് തന്നെ SSLC സർട്ടിഫിക്കറ്റ് മാത്രം മതി. ഇനി അതിന് സെപ്പറേറ്റ് പോയിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ കമ്മ്യൂണിറ്റി കോട്ട സർട്ടിഫിക്കറ്റും നിങ്ങൾ ഏത് സ്കൂളാണ് നിങ്ങൾ പഠിക്കുന്നത് ആ സ്കൂളിൽ നിന്നാണ് വിതരണം ചെയ്യുക. അതിൽ അത് അൺഎയ്ഡ് കോട്ട സീറ്റുകൾ. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും കമ്മ്യൂണിറ്റി കോട്ട സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവരുണ്ട്. അപ്പോൾ സംവരണ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് സ്കൂളാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതത് സ്കൂളിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് കമ്മ്യൂണിറ്റി കോട്ട ആപ്ലിക്കേഷൻ ഫോം അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ വാങ്ങിയിട്ട് സെപ്പറേറ്റ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽസായിട്ട് നിങ്ങൾ എത്തിക്കണമെന്നുള്ള കാര്യം ഉറപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ തന്നെ അൺഎയ്ഡഡ് സീറ്റുകളുണ്ട്. അതായത് ഈ പറയുന്ന എയ്ഡഡ് സ്കൂൾ കൂടാതെ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. അത്തരത്തിൽ അൺഎയ്ഡഡ് സ്കൂളുകളും ഈ പറയുന്ന സെയിം രീതിയിൽ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിലവിൽ നിങ്ങൾ അതായത് ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് സ്കൂളാണ്. അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന സ്ഥാപനമാണ് അൺഎയ്ഡഡ്. അൺഎയ്ഡും ഇതേ രീതിയിൽ തന്നെ മെറിറ്റ് അതേപോലെ SC/ST വിഭാഗത്തിൽ അത്തരത്തിലുള്ള കാറ്റഗറി വിസിജനാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ കാര്യം ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ സ്കൂളും ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ SSLC പരീക്ഷ എഴുതിയ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് എല്ലാ സ്കൂളും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. കൃത്യമായിട്ട് ഈ ഒരു പ്രോസസ്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അപേക്ഷയുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങൾ ഈ ലൈവായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ആ സമയത്ത് ആവശ്യമായിട്ടുള്ള എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റാണ്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്ഥിരപ്രവേശനം അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം എന്ന രീതിയിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ജസ്റ്റ് ഒന്നാമതായിട്ട് പഠിക്കാൻ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല, പക്ഷേ മൂന്നാമത്തെ സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെയാണ് വിദ്യാർത്ഥിക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസ് കിട്ടുന്നത് വരെ വിദ്യാർത്ഥിക്ക് താൽക്കാലമായിട്ട് ആ കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അതാണ് താൽക്കാലിക അഡ്മിഷൻ. അതേപോലെ തന്നെ ഇനി ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടിയ വിദ്യാർത്ഥിന് ആ വിദ്യാർത്ഥി ഏത് സ്കൂളാണ് അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷനാണ് എടുക്കുന്നത്. അതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരുന്നത് മാത്രം. ഇനി കൂടാതെ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. കണ്ണൂർ ജില്ല കൂടാതെ വിദ്യാർത്ഥി കോഴിക്കോട് ജില്ലയിലും അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 2 സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കണം. കണ്ണൂർ ജില്ലയിൽ സെപ്പറേറ്റ് അപേക്ഷ നിങ്ങൾ ജില്ല ചോദിക്കുമ്പോൾ കണ്ണൂർ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കുന്നു. ഇനി അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ കൊടുക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ല സെപ്പറേറ്റ് വീണ്ടും അപേക്ഷ കൊടുക്കുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥി ഒരു ജില്ലയിൽ ഒരു തവണ മാത്രമാണ് അപേക്ഷ കൊടുക്കാൻ പാടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രം. എന്നാൽ ജില്ലകളിൽ എത്ര കൊടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ഇനി അതോടൊപ്പം തന്നെ ഓരോ അപേക്ഷയുടെയും കൂടെയുള്ള ഈ 25 രൂപ ഫീസ് നിങ്ങൾ ആരും ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ ലഭിക്കുന്ന സ്കൂളിൽ നിങ്ങൾ നേരിട്ട് ആ സമയത്ത് അഡ്മിഷൻ ഫീസിന് കൂടി നിങ്ങൾ അടച്ചാൽ മാത്രം മതി. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ SSLC പരീക്ഷയുടെ കൂടാതെ ബോണസ് ലഭിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. അതായത് ഒന്നാമത് കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് 5 മാർക്കാണ് ബോണസ് ലഭിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ NCC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 2 മാർക്ക് എക്സ്ട്രാ ബോണസ് ലഭിക്കും. ഇനി A ഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗമാണ് 1 മാർക്ക്. ഇനി സെയിം സ്കൂളിൽ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ABC സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിന് ആ ABC സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി പഠിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് 2 പോയിന്റ് ലഭിക്കും. പിന്നെ അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ 2 മാർക്ക്. സെയിം താലൂക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിന് 1 മാർക്ക്. അതേപോലെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റു സ്കൂളുകളിൽ നൽകുന്ന പോയിന്റ് 2. കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SSLC കേരള സിലബസ് യോഗം നേടുന്നവർക്ക് 3. ഇതാണ് ബോണസ് മാർക്കായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്കൂളിൽ നോക്കിയിട്ട് അതായത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ കൂടുതൽ സാധ്യതയുള്ള സ്കൂളുകൾ നോക്കിയിട്ട് അത് പഠിച്ച സ്കൂളായിരിക്കുക അല്ലെങ്കിൽ സെയിം പഞ്ചായത്തായിരിക്കുക അല്ലെങ്കിൽ സെയിം താലൂക്കായിരിക്കുക അങ്ങനെയൊക്കെ കാറ്റഗറി വൈസ് നോക്കിയിട്ട് വളരെ തന്ത്രപൂർവ്വമായിട്ട് നിങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബോണസ് ലഭിക്കുന്ന സാധ്യതകൾ നോക്കിയിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള സ്കൂൾ നിങ്ങൾ ഏറ്റവും കാറ്റഗറി വൈസ് 1, 2, 3, 4 എന്ന രീതിയിൽ കൊടുക്കുന്നത് നിങ്ങൾ സെറ്റാക്കി വെക്കണം. ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താം. പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വെയിറ്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. A+, A, B+ നിങ്ങളുടെ ഓരോ ഗ്രേഡിൻ്റെയും പോയിന്റ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് എങ്ങനെ കണക്കാക്കാമെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു ഗ്രേസ് മാർക്കുകൾ അതായത് NMMS USSL ഇങ്ങനെയുള്ള അത് ഗ്രേസ് മാർക്ക് ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഏതിനൊക്കെ ഗ്രേസ് മാർക്കുണ്ട് ഏതിനൊക്കെ ഗ്രേസ് മാർക്കില്ല എന്നുള്ള കാര്യങ്ങൾക്ക് അതായത് സംസ്ഥാന സ്കൂൾ കലാമേള ശാസ്ത്രമേള അത്തരത്തിലുള്ള എല്ലാ മേളകളിലും ആർക്കൊക്കെയാണ് ഗ്രേസ് മാർക്കുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
പിന്നെ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സബ്ജക്റ്റ് കോമ്പിനേഷനുകളും കോഡുകളും. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇവിടെയാണ് നമ്മുടെ കരിയർ സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം സയൻസ് മേഖല മെഡിക്കൽ ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് ആ കുട്ടി പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് ബയോളജി സയൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇനി അതേപോലെ കൊമേഴ്സ് മേഖലയാണെങ്കിൽ കൊമേഴ്സ് പഠിക്കുക, ഇനി മറ്റുള്ള മേഖലയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കാം. അത്തരത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ കോമ്പിനേഷനുള്ള സബ്ജക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ നോർമലായിട്ട് എല്ലാ സ്കൂളുകളിലുമുള്ള ബയോളജി സയൻസ് ആണ്, അതായത് കോഡ് നമ്പർ 1, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ് ആണ്. അത് ഓരോ സ്കൂളിലും വ്യത്യാസമുണ്ട്. ചില സ്കൂളിൽ ബയോളജി മാത്തമാറ്റിക്സ് സയൻസ് ആയിരിക്കും, ചില സ്കൂളിൽ ഹോം സയൻസ് ആയിരിക്കും, ചില സ്കൂളിൽ മാത്തമാറ്റിക്സ് ഹോം സയൻസ്, ഈ രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളാണോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 01 കോഡാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ അവിടെ 01 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ 0. ഇനി ഒരു സ്കൂളിൽ 0 സയൻസ് വിഭാഗത്തിൽ 08 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ബയോളജി ഇല്ല. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. അത്തരത്തിൽ ഓരോ കോഡും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോർമലായിട്ട് ഏറ്റവും കൂടുതൽ 01 ആണ് സയൻസ് വിഭാഗത്തിൽ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതേപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പല സ്കൂളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യം നിങ്ങൾ കോഡ് ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അത് സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് ലഭിക്കുന്നത് SLC വിഷയങ്ങൾ നോക്കാം. സയൻസ് വിഭാഗമാണെങ്കിൽ SLC വിഭാഗത്തിൽ നിങ്ങൾ മെയിനായിട്ട് മാർക്ക് നോക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആയിരിക്കും. ഓക്കെ, എന്നാൽ ചില സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, അത് ഓൾമോസ്റ്റ് സയൻസ് എല്ലാ സബ്ജക്റ്റുകളും ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് തന്നെ ആയിരിക്കും. ഇനി ഹ്യൂമാനിറ്റീസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി 10. ഇനി 11 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. ഇനി അതുപോലെ ജിയോളജി അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ഗാന്ധിയൻ സ്റ്റഡി അല്ലെങ്കിൽ ഫിലോസഫി. ഒക്കെ നോർമലായിട്ട് എല്ലാ സ്കൂളുകളും അതായത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന രീതിയിലാണ് നോർമലായിട്ട് എല്ലാ സ്കൂളും വരുന്നത്. അപ്പോൾ ചില സ്കൂളുകൾ വ്യത്യാസം ഉണ്ടാകും. അത് ചെറിയൊരു സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രം. ഇനി അതേപോലെ മൂന്നാമത്തതാണ് കൊമേഴ്സ് ഗ്രൂപ്പ്. ഇപ്പോൾ കൊമേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 36 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ട്സ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ആണ്. ഇനി 37 നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും മാത്തമാറ്റിക്സ് പറയാം. ഇനി 38 നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും സെപ്പറേറ്റ് വരുന്നത്. ഇനി 39 ആണെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഒട്ടുമിക്ക സ്കൂളിലും 38, 39 ആണ് സാധാരണയായിട്ട് ഉണ്ടാവുക. അപ്പോൾ ചില സ്കൂളുകൾ അത് മാറുമെന്ന് മാത്രം. ഇനി ഫീസ് സംബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. അത് അഡ്മിഷൻ ഫീസ്, ലൈബ്രറി ഫീസ്, ഇതൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി രക്ഷിതാവ് അഡ്മിഷന് വിദ്യാർത്ഥി സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഫീസ് മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ള. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീസ് മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എത്രയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതോടൊപ്പം തന്നെ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. നിലവിൽ 14-ം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരുപക്ഷെ അതിന് മുന്നോടിയിട്ട് അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷ നൽകേണ്ട അവസാന ഡേറ്റ് നിലവിൽ 20/5/2025 ആണ്. അതായത് ഏകദേശം 1 വീക്ക് മാത്രമാണ് സമയം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യം കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതോടൊപ്പം തന്നെ 1 വീക്കിനുള്ളിൽ അപേക്ഷാ പ്രൊസീജിയർ കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ട്രയൽ അലോട്ട്മെൻറ്റ് 24-നും അതേപോലെ ആദ്യ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുന്ന അലോട്ട്മെൻറ്റാണ്. അത് ഫൈനൽ അലോട്ട്മെൻറ്റ് അല്ല. എന്നാൽ ഫൈനൽ അലോട്ട്മെൻറ്റ് വരുന്നത് ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്താണ്. ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് വിദ്യാർത്ഥി പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അത് ഡേറ്റ് 2/6/2025-നും അതേപോലെ ഫൈനൽ അലോട്ട്മെൻറ്റ് ടോട്ടൽ അവസാനിക്കുന്ന തീയതി 17/6/2025-നും ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് ശ്രദ്ധിക്കുക ജൂൺ 18-ാം തീയതിയുമാണ്. ഇനി അതോടൊപ്പം തന്നെ അതിനുശേഷം വീണ്ടും ഒഴിവുകൾ വന്നു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് 28/6/2025 മുതൽ 23/7/2025 വരെയാണ്. അഡ്മിഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്ന ഡേറ്റ് ശ്രദ്ധിക്കുക 23/7/2025 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18/6/2025 ഇനി കൂടാതെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ സെപ്പറേറ്റ് ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സ് കോട്ട അതേപോലെ തന്നെ അതിന് സപ്ലിമെൻ്ററി, ഇനി കൂടാതെ കമ്മ്യൂണിറ്റി കോട്ട അതേപോലെ മാനേജ്മെൻറ്റ് കോട്ട, ഓക്കെ, ഇതിൻ്റെയൊക്കെ സപ്ലിമെൻ്ററി ഘട്ടം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രോസ്പെക്ട്സിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണോ അപേക്ഷ കൊടുക്കുന്നത് ആ ജില്ലയിലെ സ്കൂളുകൾ, ആ ജില്ലയിലുള്ള സ്കൂൾ കോഡുകൾ, അതായത് ഏതൊക്കെ കോഴ്സുകളാണ് തുടങ്ങിയ എല്ലാ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടൊരു പേപ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലയിലാണ് അപേക്ഷിക്കുന്നത് ആ ജില്ലയിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന 10 സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ 20 സ്കൂൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളിൽ മാത്രം കൊടുക്കുക.
അല്ലാത്ത സ്കൂൾ പരമാവധി കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു 15 സ്കൂൾ നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളുകളാണെങ്കിൽ അവിടെ 15 സ്കൂൾ വരെ കിട്ടിയാൽ പോകുമെങ്കിൽ ആ 15 സ്കൂൾ കൃത്യമായിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ 10 സ്കൂളാണ് 10 സ്കൂൾ, എത്രയാണ് നിങ്ങൾക്ക് എത്ര സ്കൂൾ വേണം നിങ്ങൾക്ക് റാങ്ക് അടിസ്ഥാനത്തിൽ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒന്നാമതായിട്ട് കിട്ടിയാൽ പോകുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്നാമത്തെ കോഴ്സ് കൊടുത്തിരിക്കണം. ഉദാഹരണത്തിന് ശ്രദ്ധിക്കുക, അതായത് സയൻസ് മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യത്തെ ഒരു 10 സ്കൂളിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ ഒന്നാമത് സയൻസ് കൊടുക്കുക, അതേപോലെ രണ്ടാമത് സയൻസ് കൊടുക്കുക, മൂന്നാമത് സയൻസ് കൊടുക്കുക. അത്തരത്തിൽ 10 സ്കൂൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ 10 സ്കൂൾ നിങ്ങൾ സയൻസ് കൊടുക്കുക. അതിനുശേഷം അതേ 10 സ്കൂളിൽ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ കൊടുക്കുക, അതായത് 11ാമത്തെ ഓപ്ഷൻ തൊട്ട്. ഇനി മൂന്നാമത് അവിടെ തന്നെ നിങ്ങൾക്ക് വേറെയും കോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് അല്ലെങ്കിൽ കൊമേഴ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അഥവാ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 10 സയൻസ് ആണെങ്കിൽ 12ാമത്തെ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസാണ് കിട്ടിയതെങ്കിൽ ആ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും മുകളിലുള്ള സയൻസ് കോമ്പിനേഷനിൽ പോകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ അതേ കാറ്റഗറിയിൽ കൊടുക്കുക. അതായത് ഇനി 5 സ്കൂൾ കിട്ടിയാൽ മാത്രമാണ് വിദ്യാർത്ഥി പോകുമെന്ന് ഉറപ്പുള്ളതെങ്കിൽ ആ 5 സ്കൂൾ നിങ്ങൾ 1, 2, 3, 4, 5 ആ രീതിയിൽ സയൻസ് ആണ് അല്ലെങ്കിൽ കൊമേഴ്സ് മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 1 മുതൽ 5 വരെ കൊമേഴ്സ് കൊടുക്കുക. അതേപോലെ 6ാമത് തൊട്ട് സെയിം കാറ്റഗറിയിൽ നിങ്ങൾ ആ സ്കൂളിൽ തന്നെയുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാറ്റഗറി തന്നെ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ട്രിവാൻഡ്രം ജില്ലയിലെ വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ ജസ്റ്റ് ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുന്നു, അപ്പൻഡിക്സ് 6 ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കോഡുകൾ കാണാൻ സാധിക്കും, അതായത് നിങ്ങളുടെ ജില്ലയിലെ കോഡ്, അതേപോലെ താലൂക്ക്, ഇതൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് കോഡ് ചോദിക്കും, സംശയമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിൽ അപ്പൻഡിക്സ് 7 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതത് ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകളും ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ 134 സ്കൂളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും അടുത്തുള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. ആ 10 സ്കൂൾ അല്ലെങ്കിൽ 15 ഒരു വിദ്യാർത്ഥി 10 സ്കൂൾ വരെ കിട്ടിയാൽ പോകുന്ന ഉറപ്പിന് ആ 10 സ്കൂൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിന് അവിടുത്തെ കോഴ്സ് കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞു 01 ബയോളജി സയൻസ്, 02 ബയോളജി, ഇത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് കോഴ്സ് കോഡൊക്കെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ബയോളജി സയൻസ് തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് 01 ഏതൊക്കെ സ്കൂളിൽ നോക്കാം ആ രീതിയിൽ. ഇനി സയൻസ് ഇൻ കൊമേഴ്സ് ആണെങ്കിൽ ആ രീതിയിൽ. അത്തരത്തിൽ കൊമേഴ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ 36, 7, 89 ആ രീതിയിൽ. ഇനി ഹ്യൂമാനിറ്റീസ് എന്നതൊക്കെ നമ്മൾ പറഞ്ഞു കോഡ്. അപ്പോൾ ഓരോ സ്കൂളിലുമുള്ള കോഡുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. വെറുതെ അപേക്ഷ കൊടുക്കും ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കോഡ് ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സയൻസ് മാത്രമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും 5 സ്കൂളുകളിൽ കിട്ടിയാൽ മാത്രമാണ് പോകുന്ന ഉള്ളതെങ്കിലും 1 മുതൽ ഒന്നാമത്തെ ആഗ്രഹിക്കുന്ന സ്കൂൾ ഒന്നാമത് കൊടുക്കുന്നു. അപ്പോൾ 1, 2, 3, 4, 5 ബയോളജി സയൻസാണ്, ബയോളജി സയൻസ് കൊടുക്കുന്നു. ഇനി 6ാമത് തൊട്ട് അതേ കാറ്റഗറിയിൽ, അതായത് 6ാമത് തൊട്ട് നേരത്തെ 1ാമത് കൊടുത്ത സ്കൂളിൽ തന്നെ നിങ്ങൾ വേറെ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്താക്കുന്നു, അതായത് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്നു. ഇനി അവിടെ തന്നെ കൊമേഴ്സ് കൊടുക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തിടുക. അതായത് വെറുതെ ജസ്റ്റ് നിങ്ങൾ ഒരു 3 സ്കൂളാണ് പഠിക്കുന്നതെങ്കിൽ ആ 3 സ്കൂൾ സയൻസ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, സയൻസ് മാത്രം കൊടുത്തിടാതെ നിങ്ങൾ 4ാമത് വീണ്ടും മറ്റുള്ള സബ്ജക്റ്റ് കൊടുത്തിടുക. കാരണം അത് അഡ്മിഷൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംബന്ധിച്ചോളം പരമാവധി നിങ്ങൾ കൊടുത്തിടുക. അപ്പോൾ ഈ രീതിയിൽ എല്ലാ കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 ദിവസങ്ങളിലൂടെ നിങ്ങൾക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയേറ്റ് ലോഗിൻ ID എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷയുടെ മുമ്പ് ഇത്രയും കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്ന് അശ്രദ്ധകാലം ഒരു വിദ്യാർത്ഥിയുടെയും അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം അപേക്ഷ കൊടുക്കുക. ഇനി അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതായിരിക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.